ഹായ്, എല്ലാവർക്കും ടാരോ 96ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന റീഡിംഗ് നിങ്ങളുടെ ലവ് ലൈഫിൽ, അതായത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഇനി എന്താണ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ 2 പയൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1, 2. ഇൻറ്റ്യൂട്ടീവ്ലി ഒരെണ്ണം ചൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ കറൻ്റ്ലി നിങ്ങളൊരു ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരിത് കാണണം എന്നില്ല. ഓക്കെ. ഓക്കെ, അപ്പോൾ പയൽ നമ്പർ 1ൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. റെഡ് പെൻ ചൂസ് ചെയ്തോടെ റീഡിങ്ങാണ് ആദ്യം. ഓക്കെ, പയൽ നമ്പർ 1. എനിക്കൊരു സോൾമേറ്റ് കണക്ഷൻ പോലെ ഫീൽ ചെയ്യുന്നു ഇൻറ്റ്യൂട്ടീവ്ലി. അതുപോലെ ഒരു ന്യൂ കണക്ഷൻ, അതായത് ഒരു പുതിയ വ്യക്തി അല്ലെങ്കിൽ ഒരു പഴയ വ്യക്തി ആവാം, അല്ലെങ്കിൽ ഒരു പഴയ വ്യക്തി പുതിയ എനർജിയിൽ വരുന്നതാവാം. ഓക്കെ, നമുക്ക് നോക്കാം എന്തായാലും. പയൽ നമ്പർ 1 എന്താണ് അവരുടെ ഒരു പ്രണയ ജീവിതത്തിൽ? ഓക്കെ, ഒരു കാർഡുകൂടെ എടുക്കാം. ഓക്കെ, കാർഡ്സ് എല്ലാം വെച്ചിട്ട് ഞാൻ റീഡ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഈ കോമ്പിനേഷൻ ഓഫ് കാർഡ്സ് വരുമ്പോഴേ റീഡിങ്ങിൽ വ്യത്യാസം വരും. നമ്മൾ ഓരോ കാർഡായിട്ട് റീഡ് ചെയ്താൽ സിംഗിൾ കാർഡ് എടുത്ത് റീഡ് ചെയ്യുന്നതും അല്ലാണ്ട് റീഡ് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. ഓക്കെ, pile number 1. Yes. എനിക്ക് നിങ്ങൾ 2 പേരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം, അതൊക്കെ ഏതാണ്ട് സിമിലർ ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫാമിലി ട്രോമ എന്തെങ്കിലും അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ വ്യക്തിയും സിമിലർ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഓക്കെ, സ്പെസിഫിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചിലർക്ക് എന്തെങ്കിലും ഫാദർ ഇഷ്യൂസൊക്കെ ഉണ്ടാവാം. ചിലർക്ക്, അതായത് അച്ഛനുമായിട്ട് അത്ര നല്ല ബോണ്ടിങ് ഒന്നും ആയിരിക്കില്ല. ചിലർക്ക് സിബ്ലിങ്സുമായിട്ട് അത്ര നല്ല ബോണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിയും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ പോയിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ 2 പേരും തമ്മിലൊരു ഡീപ്പ് ലെവൽ ഓഫ് കോൺവെർസേഷൻ ഒക്കെ ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അതായത് ഇമോഷണലി ഒരു സോൾ ലെവലിൽ കണക്റ്റഡ് ആവുന്ന ഒരു ബന്ധമായിരിക്കും. വളരെ പ്യുവറായിട്ടുള്ള, എന്നാൽ വളരെ ബോൾഡ് ആൻഡ് മെച്ചുവേർഡ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആയിരിക്കും നിങ്ങൾ തമ്മിൽ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു ഗിഫ്റ്റാണ്. കാരണം ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ഭാഗ്യം അനുകൂലം എന്നുള്ള ഒരു സിറ്റുവേഷനാണ്.
യൂണിവേഴ്സിൻ്റെ ഒരു ഡിവൈൻ ടൈമിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിലാണ് ഈ വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നത്. ഇതൊരു ഗിഫ്റ്റാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് പാസ്റ്റ് ട്രോമയൊക്കെ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കാം. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഹീലായി വന്നു, നിങ്ങൾ വളരെ സ്പിരിച്വലായി മാറി. സോ ഇപ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ, എന്ത് വേണം എന്ത് വേണ്ട എന്ന് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് കൂടുതലും ഒരുപാട് ഗൈഡൻസ് പോലെയാണ് തോന്നുന്നത്. ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് കൂടുതലും കിട്ടുന്നത് ഗൈഡൻസ് പോലെയാണ്. ഓക്കെ, അങ്ങനെ അത്തരത്തിലുള്ള റീഡിങ് നിങ്ങൾക്ക് കേൾക്കാൻ നിങ്ങൾക്ക് അതിനൊരു കാരണം ഉണ്ടായിരിക്കാം. ഓക്കെ, പിന്നെ നിങ്ങളൊരു റുട്ടീൻ ഫോളോ ചെയ്ത് ജീവിക്കുന്നവരായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് ലൈഫിൽ ചില ടാസ്കുകൾ റെപ്പറ്റേറ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാരാണോ? ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും ആവാട്ടോ. പക്ഷെ നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുന്ന ഒരു സമയത്താണ് ഈ വ്യക്തിയെ മീറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം യൂണിവേഴ്സ് കൊണ്ടുവരുന്നത്. അതിന് നിങ്ങൾ കൂടി ഒന്ന് കോപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ഭാഗത്തു നിന്നുള്ളൊരു സഹകരണം ആവശ്യമുണ്ട് ഇവിടെ. അത് ഞാൻ പറഞ്ഞത്, കുറേ ഗൈഡൻസ് ആണ് കൂടുതലും കിട്ടുന്നത്. നിങ്ങളുടെ ഓൾഡ് പാറ്റേണൊക്കെ ബ്രേക്ക് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു സൈക്കിൾ എൻഡായിട്ട് മറ്റൊന്ന്, വീലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അതുപോലെ ഒരു സൈക്കിൾ എൻഡായിട്ട് മറ്റൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ അങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ ഓൾഡ് പാറ്റേണൊക്കെ ബ്രേക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു മീനിങ്, ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ തന്നെ ആയിരിക്കാം ടോക്സിസിറ്റി കൊണ്ടുവരുന്നത്. നമ്മുടെ ഭാഗത്തു നിന്ന് അറിയാതെ സംഭവിക്കുന്നത്, അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കാം. ഓക്കെ, അപ്പോൾ അതൊരു ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇനി വരുന്നത് ഒരു പുതിയ എനർജിയാണ്. അപ്പോൾ അവിടെ പഴയ മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഈ പുതിയ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഇൻറ്റൻസ് ആയിട്ടാണ് കാണുന്നത്. കുറച്ച് ഡെപ്തുള്ള, ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. എനിക്കൊരു സ്കോർപ്പിയോ എനർജി പോലെ ഫീൽ ചെയ്യുന്നു. സ്കോർപ്പിയോ സോഡിയാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും സ്കോർപ്പിയോ ഉണ്ടെങ്കിൽ അറിയാതിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പരിചയം ഉണ്ടെങ്കിൽ അറിയാതിരിക്കാം. അവർക്ക് ഫീലിങ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്. ഓക്കെ, അതിനിടയ്ക്കുള്ള ഈ ഗ്രേ ഷെയ്ഡ്സ് എന്താണെന്ന് അറിയില്ല. ഒന്നുകിൽ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഇൻ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഔട്ട്. ഓക്കെ, പിന്നെ ഈ വ്യക്തി വളരെ സർക്കാസ്റ്റിക് ആയിരിക്കും. അതായത് നല്ലതായിട്ട് ഹ്യൂമർ സെൻസ് ഒക്കെ ഉള്ള ഒരാളാണ്. വളരെ ഡയറക്റ്റായിട്ട് മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയായിരിക്കും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നതായിട്ടും കാണുന്നു. നിങ്ങൾ വിചാരിക്കത്തില്ല, ഈ വ്യക്തി വരുന്ന സമയം പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ്. പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് ബന്ധങ്ങളിലൊക്കെ നഷ്ടപ്പെട്ട ഒരു ട്രസ്റ്റ് എലമെൻ്റ് ഉണ്ടല്ലോ, ഒരു വിശ്വാസം എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ ഉണ്ടല്ലോ, അത് വീണ്ടെടുക്കാൻ സാധിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും ഈ റിലേഷൻഷിപ്പ് വളരെ ഹെൽപ്ഫുള്ളായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഫിസിക്കൽ ഇൻവോൾവ്മെൻറ്റും പാഷനും ഒക്കെ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഉണ്ടാവും. അതുപോലെ കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ക്ലാരിറ്റി വരുന്നതായിട്ടും കാണുന്നു. അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകുന്നതായിട്ട് മനസ്സിലാവുന്നു. പക്ഷേ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ എല്ലാ സ്റ്റെപ്സും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഓക്കെ, ബൗണ്ടറീസ് വെക്കേണ്ടടുത്ത് ബൗണ്ടറീസ് വയ്ക്കുക. കൃത്യമായിട്ട് തന്നെ ഈ വ്യക്തിയെ നിങ്ങളൊരു സോൾ ലെവലിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ വളരെ വളരെ സപ്പോർട്ടീവായൊരു വ്യക്തിയാണ്. ഒരു ഹീലിംഗ് എന്ന് പറയുമ്പോൾ മെൻറ്റൽ ഹീലിംഗ് ആവാം, ഫിസിക്കൽ ഹീലിംഗ് ആവാം. അതായത് മെഡിക്കൽ ഫീൽഡ് ആവാം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലോ, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം. ക്രിയേറ്റീവായിട്ടുള്ള ടാലൻറ്റുകളുള്ള ആളായിരിക്കാം. ചില പേർക്ക് ഈ വ്യക്തി കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഒരാളായിരിക്കാം.
അതായത് സോഷ്യൽ മീഡിയയിലോ ഒരു അങ്ങനെ എന്തെങ്കിലും പബ്ലിക് അപ്പിയറൻസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ. പിന്നെ എനിക്ക് ഇൻറ്റ്യൂട്ടീവ്ലി പിക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഒരു ചുറ്റുപാട് എവിടെയാണോ, നിങ്ങൾ ജീവിക്കുന്ന ഒരു ലൊക്കാലിറ്റി എവിടെയാണോ, അതിൽ നിന്ന് ഒരു സൗത്ത് സൈഡിൽ നിന്നോ, അതായത് തെക്ക് ഭാഗത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഈസ്റ്റ് സൈഡിൽ നിന്നോ ആയിരിക്കാം ഈ വ്യക്തി വരുന്നത്. ഓക്കെ. അതുപോലെ ഈ വ്യക്തി വരുന്നതോടെ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ടും കാണുന്നു. ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ഒരാളാണിത്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അതായത് നമുക്ക് ഒറ്റയ്ക്ക് നിന്നാൽ എല്ലാം നേടാം എന്നുള്ളൊരു ചിന്തയല്ല. ഓക്കെ. ഒരു യൂണിയൻഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ലൈഫ് പാർട്ട്ണറായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണറായിട്ടോ എങ്ങനെയാണെങ്കിലും ആ ഒരു പാർട്ട്ണർഷിപ്പ്, അതായത് ആ ഒരു ഒത്തുചേരലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് ജീവിതത്തിൽ എന്നതിനെക്കുറിച്ച് നല്ല അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ. പിന്നെ ടോറസ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഭക്ഷണത്തിനോടൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരാളായിരിക്കും. നിങ്ങളും അങ്ങനെയാണെന്ന് തോന്നുന്നു. നല്ല ഫുഡീസായിട്ട് കാണുന്നു. ഫുഡിനോടൊക്കെ നല്ല താല്പര്യമുള്ളവരായിട്ടാണ് നിങ്ങൾ രണ്ടുപേരെയും എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം പല വെറൈറ്റിയിലുള്ള ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. പല വെറൈറ്റി എന്ന് പറയുമ്പോൾ അറിയാലോ, ഇന്ത്യൻ, ചൈനീസ്, ടർക്കിഷ്, അറബിക്, അപ്പോൾ പല വെറൈറ്റി ഓഫ് ഫുഡുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും. പിന്നെ ഈ വ്യക്തി നല്ല ഹാബിറ്റ്സ് ഒക്കെ ഉള്ള ഒരാളാണ്. പേഴ്സണലി ഉപയോഗിക്കുന്ന റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യുന്ന നല്ല ബ്യൂട്ടി സെൻസ് ഉള്ള ഒരാളായിരിക്കും. സൗന്ദര്യബോധമുള്ള, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഭാഷകൾ അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ലാംഗ്വേജ് സബ്ജക്ട്സ് ആയിരിക്കാം പഠിച്ചതൊക്കെ, ഇംഗ്ലീഷോ മലയാളമോ ഹിന്ദിയോ. ഓക്കെ. ഒരു സാഹിത്യ ഒരു ചായ്വ് കാണുന്നുണ്ട്. വീട്ടിൽ പെറ്റ്സ് എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഫിഷ് അക്വേറിയം വല്ലതും വീട്ടിൽ സൂക്ഷിക്കുന്നവരായിരിക്കാം. അല്ലെങ്കിൽ വിൻറ്റേജ് ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ എന്താ പറയുക, കുറച്ച് പഴക്കം തോന്നിക്കുന്ന പോലത്തെ ഈ ബ്രാസൊക്കെ കൊണ്ടുള്ള ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ അലങ്കരിക്കാനൊക്കെ ഈ ക്രോക്കറീസൊക്കെ വാങ്ങി വെക്കില്ലേ, അങ്ങനത്തെ കുറച്ച് വിൻറ്റേജ് ഐറ്റംസ് ഒക്കെ വീട്ടിൽ സൂക്ഷിക്കാൻ ഇഷ്ടമുള്ള ആളായിരിക്കാം. ചിലപ്പോൾ അത് ഈ ബുക്സ് ആയിരിക്കാം കേട്ടോ. ചിലപ്പോൾ ബുക്സ് ആയിരിക്കാം. എന്തെങ്കിലും ഓൾഡ് ക്ലാസിക്സ് ഒക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും ഷേക്സ്പിയറിൻ്റെ ഒക്കെ ബുക്സോ അല്ലെങ്കിൽ MTയുടെയോ അടൂരിൻ്റെ ഒക്കെ ബുക്സോ മലയാളത്തിൽ. ഓക്കെ. കുറച്ചൊരു സാഹിത്യ ഇഷ്ടം കാണുന്നുണ്ട്. അക്വേറിയസ്, വിർഗോ, ലിയോ ഒക്കെ ഡോമിനേറ്റിംഗ് ആയിട്ട് കാണുന്നു. ലൈഫിൽ പീസ്, അതായത് സമാധാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സിറ്റുവേഷൻസിനോടൊന്നും ഓവർ റിയാക്ട് ചെയ്യുന്ന ഒരാളല്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ വന്ന് അതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു പ്രകൃതമായിട്ടാണ് മനസ്സിലാവുന്നത്. അതായത് ഇൻട്രോവേർട്ടാണെന്ന് ഞാൻ പറയില്ല, എന്നാൽ എക്സ്ട്രോവേർട്ടല്ല. ഓക്കെ. പിന്നെ മറ്റുള്ളവരുടെ ലൈഫിൽ എന്ത് നടക്കുന്നു എന്നൊന്നും അറിയാൻ വലിയ താല്പര്യമുള്ള ഒരാളല്ല. ഓക്കെ. സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. സ്വന്തം ഹാർഡ് വർക്കിലൂടെ സക്സസ് നേടുക എന്നുള്ളൊരു പോളിസിയിൽ വിശ്വസിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫയൽ നമ്പർ 1 എനിക്ക് കിട്ടിയ മെസ്സേജസ്. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫയലിലേക്ക് പോവാം. ഈ ഫയൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കാർഡ്സ് ഒന്ന് മാറ്റിക്കോട്ടെ.
പൈൽ നമ്പർ 2. യെല്ലോ പെൻ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ് അടുത്തത്. പോസിറ്റീവായിട്ടിരിക്കുക. നമുക്ക് നോക്കാം ഏതൊക്കെ കാർഡ്സാണ് വരുന്നത്. ഓക്കെ അല്ലേ? Hanged Man. Okay. Wow. Wow. Okay. Okay, pile number 2. ഈ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന, ഒരു മാറ്റം വേണം. എപ്പോഴും മാറിക്കൊണ്ടിരിക്കാൻ ഉദ്ദേശിച്ചത് ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കും എന്നല്ല, ഒരു മാറ്റം എപ്പോഴും വേണം. ഏത് കാര്യത്തിനും ഒരു ചേഞ്ച് വേണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണിത്. ഓക്കെ, കുറച്ച് അൺഓർത്തഡോക്സ് ആയിട്ടൊക്കെ ചിന്തിക്കുന്ന അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളുള്ള, കാരണം ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം വേറൊരു ടൈപ്പ് ഓഫ് തോട്ട്സ് ആയിരിക്കും ഇവർക്ക്. ഓക്കെ, പിന്നെ കുറച്ച് അൺഓർത്തഡോക്സ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. പിന്നെ ഈ വ്യക്തിയോട് ഇപ്പോൾ എനിക്ക് യൂണിവേഴ്സ് കിട്ടിയൊരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ നമ്മളെല്ലാവർക്കും, നമുക്ക് ഓരോ മനുഷ്യർക്കും പേഴ്സണലി വളരെ വളരെ നമ്മൾ മനസ്സിനകത്ത് കൊണ്ട് നടക്കുന്ന കുറേ സീക്രട്സ് കാണും. റൈറ്റ്? എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ഏറ്റവും ഡീപ്പായിട്ടുള്ള ചില സീക്രട്സ് ഉണ്ടല്ലോ, അതൊക്കെ ഈ വ്യക്തിയോട് ആദ്യമേ തന്നെ പറയാതിരിക്കുക. ഓക്കെ, കുറച്ചൊരു മിസ്റ്ററി സൂക്ഷിക്കുക. അത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പുതുമയും ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ നിലനിർത്താൻ നല്ലതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു സമയം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഒരുപാട് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും ഈ വ്യക്തി വരുന്നത്. ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഐ ആം ഗെറ്റിംഗ് മിസ്റ്റിക്കലായിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ. മിസ്റ്റിക്കലായിട്ടുള്ള സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ അപ്പോൾ ഇന്ത്യയിൽ എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിലൊക്കെ മിസ്റ്റിക്കലായിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് മിസ്റ്റിക്കലായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകാനും അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. വളരെ കോമ്പറ്റീറ്റീവായിട്ടുള്ള ഒരാളാണ്, മത്സര ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്ന ഒരാളാണിത്. ചിലപ്പോൾ PSC UPSC എക്സാംസൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വളരെ സ്ട്രാറ്റജിക്കാണ് എല്ലാ കാര്യത്തിലും. അതായത് ഒരു കാര്യം നേടണം എന്ന് വെച്ചാൽ അതിനെപ്പറ്റി വളരെ നേരത്തെ തന്നെ ചിന്തിച്ചു തുടങ്ങും. നല്ലൊരു പ്ലാനറാണ്. ഓക്കെ, അതെല്ലാവർക്കും കിട്ടുന്നൊരു കഴിവല്ലത്.
ഗുഡ് 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 ഗുഡ്. ഫൈനാൻസസ് അല്ലെങ്കിൽ മണിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാവാം. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബാങ്കിലോ മറ്റോ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ടോ ഒക്കെ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡും ആവാം. ഓക്കെ, വളരെ എന്താ പറയുക, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ വരില്ലേ, അപ്പോൾ റോബോട്ടിക്സ് അല്ലെങ്കിൽ AI ഒക്കെ പോലത്തെ ടെക്നോളജീസൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാനും അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനും ഇഷ്ടമുള്ള ഒരാളാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, വളരെ അപ്ഡേറ്റഡ് ആണ്. അതാണ് ഏത് ഫീൽഡിലാണേലും അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്താണ് അതിനെക്കുറിച്ച് ഈ വ്യക്തിക്ക് നല്ല ബോധമുണ്ട്. നല്ല ടോളായിട്ടുള്ള ഒരാളായിരിക്കും. ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും. ഇത് ജെൻഡർലെസ് റീഡിംഗ് ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഈ വ്യക്തിക്ക് നിങ്ങളെ അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ അറിയാം. സംഹൗ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനൊരു കാര്യവും കാണുന്നു. ഒരു വർക്ക് എൻവയോൺമെൻറ്റിൽ വെച്ച് മീറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആൾക്കാർ ഗ്യാദർ ചെയ്യുന്ന ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഫോട്ടോ എങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. സംഭവം നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളെ അറിയാം. പിന്നെ ഇവിടെ കാണുന്ന ഒരു കാര്യം, നിങ്ങൾ പൈൽ നമ്പർ 2 വളരെ ബോഡി കോൺഷ്യസ് ആണോ? അതായത് സ്വന്തം ശരീരം ഭയങ്കര സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്ന ആൾക്കാരാണോ? അതായത് ഓരോ ഫുഡ് കഴിക്കുമ്പോഴും ദൈവമേ എനിക്ക് തടി കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ എപ്പോഴും ചിന്തിക്കുന്ന, അതുപോലെ എന്തെങ്കിലും ഒരു ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അയ്യോ എല്ലാവരും എന്നെയാണോ ശ്രദ്ധിക്കുന്നത്, എൻ്റെ ഹെയറൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ. അതായത് നിങ്ങൾ ഭയങ്കര കോൺഷ്യസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ അത്രയ്ക്ക് നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ. എല്ലാവരും മനുഷ്യരല്ലേ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ബ്യൂട്ടി ഉണ്ട് അല്ലേ? ഓക്കെ, ഇവിടെ കണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു റീഡിങ്ങിൽ ഈ വ്യക്തിയെക്കുറിച്ച് ഞാൻ നോക്കുമ്പോൾ നിങ്ങളെ പറ്റിയും കുറേ കാര്യങ്ങൾ വരുവാണ്. ഞാൻ സത്യത്തിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ഇതിലേതാണ് നിങ്ങളുടെ എനർജി, ഈ വ്യക്തിയുടെ എനർജി ഏതാണെന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നുന്നു. പിന്നെ ഈ വ്യക്തിയെ മറ്റുള്ളവർ ഒരുപാട് ജഡ്ജ് ചെയ്യുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട് പല രീതിയിൽ. നല്ല രീതിയിലാവാം, മോശം രീതിയിലാവാം. പക്ഷെ അതൊന്നും ഈ വ്യക്തി അത്ര ശ്രദ്ധ കൊടുക്കാറില്ല. സ്വന്തം മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളാണ്. നല്ല ടൈം മാനേജ്മെൻ്റ് ഉള്ള ആളാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ലൈഫിൽ അത്രയ്ക്കൊന്നും ഒരു ലവ് റൊമാൻസ് ഒന്നും അത്ര എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് പെട്ടെന്നൊരു സഡൻ അട്രാക്ഷൻ ആവാം, പെട്ടെന്നുണ്ടായ ഒരു അട്രാക്ഷൻ. കുറച്ച് ആങ്കർ ഇഷ്യൂസൊക്കെ ഉള്ള ഒരാളായിരിക്കും. പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അതുപോലെ തന്നെ പെട്ടെന്ന് കൂളാവുകയും ചെയ്യുന്ന ഒരാളായിരിക്കും. പിന്നെ കിട്ടുന്നത് രാത്രി അധികം നേരം ഉണർന്നിരിക്കുന്ന ഒരാളായിരിക്കും. ഒരുപാട് സ്പിരിച്വൽ ബിലീഫ്സൊക്കെ ഉള്ള ഒരാളായിരിക്കും. ഓക്കെ, ഹെയർ അധികമുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല. പൊതുവെ കുറച്ച് മുടി കുറവാണ്. ലേഡീസ് ആണെങ്കിലും ചിലപ്പോൾ ക്രോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഏതാണ്ട് നോർമൽ. കളർ എനിക്കൊരു ജനറൽ റീഡിംഗ് ആണ്. ഇപ്പോൾ ഒരു 30% ആൾക്കാർക്കൊരു ഫെയർ ആയിട്ടും 70% ആൾക്കാർക്കൊരു വീറ്റിഷ് ടു ഡാർക്ക് സ്കിൻ ടോൺ പോലെ.
ഫീൽ ചെയ്യുന്നു. കളർ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാ കളറിനും ഭംഗിയുണ്ട്. വളരെ ബിസി ആയിട്ടുള്ള ഒരാളാണ്, ബിസി ബി. ഓക്കെ, നിങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും. കാരണം നൈറ്റ് ഓഫ് കപ്സ് ഒക്കെ ഉണ്ടായതുകൊണ്ട് നിങ്ങളോട് വളരെ സ്നേഹമുള്ള ഒരാളാണ്. ലൈഫിൽ എന്തെങ്കിലും ഒരു ട്രോമയെ ഫേസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഫെയിലിയർ ഓൾറെഡി ഡീൽ ചെയ്ത ഒരു വ്യക്തിയാണിത്. ഓക്കെ, പിന്നെ ഈ വ്യക്തിക്ക് എനിക്ക് തോന്നുന്നു ജിമ്മിലൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ അതിനുള്ള ചില സാങ്കേതിക കാരണങ്ങളാൽ ചിലപ്പോൾ പോകാൻ കഴിയുന്നുണ്ടാവില്ല. ഭയങ്കര ബിസിയാണ്. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചിലപ്പോൾ ഒരു അതോറിറ്റി പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളായിരിക്കാം, ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം ചില പേർക്ക്. ഓക്കെ, എല്ലാവർക്കും അല്ല. ഫൈനാൻഷ്യലി വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പം ഫൈനാൻഷ്യലി വളരെ സ്റ്റേബിളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് ജോബ് ആയിരിക്കാം, ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ എബ്രോഡ് വർക്ക് ചെയ്യുന്ന ആളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പൈൽ നമ്പർ 2 കിട്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ റീഡിങ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിൽ കാണാം. അതുവരെ ബൈ.